നമസ്കാരം. ലോകശക്തിയാകാനുള്ള ചൈനയുടെ നിരന്തര ശ്രമങ്ങളാണ് ഇക്കാലമത്രയും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ചൈനയിലെ അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ, നൂതന സാങ്കേതിക വിദ്യകൾ, ഉൽപാദന രംഗം, പ്രതിരോധ മേഖല തുടങ്ങിയ മേഖലകളിലെ പുതു ചുവടുവയ്പ്പുകൾ എന്നിവയെല്ലാം ആഗോള ശ്രദ്ധ നേടിയെടുത്തുകൊണ്ടുവരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈന അടിക്കടി തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് താങ്ങാനോ ജയിക്കാനോ കഴിയാത്ത വിധമുള്ള ഒരു താരിഫ് യുദ്ധത്തിനു കൂടി കളമൊരുക്കിയിരിക്കുകയുമാണ്. ട്രംപിന്റെ താരിഫ് നയങ്ങൾ കാരണം US-ഉമായുള്ള വ്യാപാര സംഘർഷങ്ങൾ ചൈനയിൽ അധിക സാമ്പത്തിക സമ്മർദ്ദം വളർത്തി. അതോടൊപ്പം അവിടുത്തെ കയറ്റുമതി വളർച്ച പരിമിതപ്പെടുത്തുകയും ബദൽ വിപണികൾ തേടാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നുള്ള വീഴ്ചയല്ല, മറിച്ച് മന്ദഗതിയിലുള്ള തകർച്ചയാണ്. ഇക്കഴിഞ്ഞ വർഷം അവസാനത്തിൽ ചൈന തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ 5% വളർച്ച കൈവരിച്ചതായി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ 5% വളർച്ച വൻ പ്രാധാന്യത്തോടെ ഊന്നി പറഞ്ഞപ്പോഴും വർദ്ധിച്ചു വരുന്ന കടവും പണപ്പെരുപ്പവും ആ രാജ്യത്തെ വലയ്ക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, അവിടെ നിലയുറപ്പിച്ചിരുന്ന വിദേശ നിക്ഷേപകരും കമ്പനികളും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് കമ്പനികളും തകർച്ചയുടെ വക്കിലാണ്. 2024 ചൈനയുടെ GDP 5% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ നാമമാത്ര GDP വെറും 4.2% വളർച്ചയെ നേടിയുള്ളൂ. സാധാരണയായി നാമമാത്ര GDP യഥാർത്ഥ GDPയേക്കാൾ വളർച്ചയാണ് രേഖപ്പെടുത്തുക. എന്നാൽ ചൈനയിൽ നിന്നും പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞ നാമമാത്ര GDPയാണ് കാണാനാവുന്നത്. ഇത് പണപ്പെരുപ്പത്തെ സൂചിപ്പിക്കുന്നു. ആഗോള വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്നതിന് വൈദഗ്ധ്യവും ഡാറ്റ അധിഷ്ഠിത വിശകലനവും സംയോജിപ്പിക്കുന്ന ഗവേഷകദാതാക്കളായ റോഡിയം പോലുള്ള സ്വതന്ത്ര ഗ്രൂപ്പുകൾ ചൈനയുടെ യഥാർത്ഥ വളർച്ച 2.4%-നും 2.8%-നും ഇടയിലായിരിക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് ചൈനീസ് സർക്കാർ സൂചിപ്പിച്ച 5% GDPയേക്കാൾ വളരെ താഴ്ന്ന നിരക്കാണ്, സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ചൈനയുടെ ഇന്നത്തെ സാമ്പത്തികാവസ്ഥ ആ രാജ്യത്തെ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയിലുടനീളം അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും പ്രകാരം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ചൈനയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായത് വീടുകൾ, കമ്പനികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുണ്ടായ അനിയന്ത്രിതമായ വായ്പകളാണ്. ആ കടത്തിന്റെ ഭാരമാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്നത്. വായ്പ EMI-കൾ പല കുടുംബങ്ങളുടെയും പ്രതിമാസ വരുമാനത്തിന്റെ പകുതിയിലധികവും ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അത്തരം കുടുംബങ്ങൾക്ക് ചെലവഴിക്കാൻ വളരെ കുറച്ചു മാത്രം വരുമാനമേ അവശേഷിക്കുന്നുള്ളൂ. ഈ അവസ്ഥ രാജ്യത്തെ ഉപഭോഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതേസമയം കോർപ്പറേറ്റ് രംഗത്ത് വായ്പാ നിലകൾ ഇതിലും കൂടുതലാണ്. GDPയുടെ 123% മുതൽ 172% വരെയാണ് അത്തരം കടങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധനസഹായം നൽകിയത് പ്രധാനമായും തദ്ദേശ സ്വയംഭരണ ഫിനാൻസ് വെഹിക്കിളുകൾ അഥവാ LGFVകളാണ്. ഇപ്പോൾ LGFVകൾ വലിയ ബാധ്യതയിലാണുള്ളത്. ചൈനീസ് ഗാർഹിക സമ്പത്തിന്റെ എഞ്ചിൻ എന്നറിയപ്പെടുന്ന പ്രോപ്പർട്ടി മാർക്കറ്റും ഇപ്പോൾ വലിയ ബാധ്യതയിലാണുള്ളത്. എവർഗ്രാൻഡ്, കൺട്രി ഗാർഡൻ തുടങ്ങിയ ഡെവലപ്പർമാർ ബാങ്കുകളെ കടുത്ത കിട്ടാക്കടങ്ങൾക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സായ ഭൂമി വിൽപ്പന നിലച്ചിരിക്കുകയാണ്. ഇതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു. സാമ്പത്തിക മാന്ദ്യം പ്രത്യക്ഷമായും യുവതലമുറയെയാണ് ബാധിച്ചിരിക്കുന്നത്. യുവാക്കളുടെ തൊഴിലില്ലായ്മ ഔദ്യോഗികമായി 16.9% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യയിലെ വൻകിട ശക്തിയായ ചൈനയുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ദുരവസ്ഥകളുടെ ചൂട് ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്നതിൽ തർക്കമില്ല. ചൈനയിലെ സാമ്പത്തിക മാന്ദ്യം ലോകത്തെ മുഴുവൻ അസ്വസ്ഥമാക്കുന്നതിന് ഒട്ടനേകം കാരണങ്ങളുണ്ട്. മിക്ക ആഗോള മേഖലകളിലും ചൈന ഒരു പ്രബല ശക്തിയാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഏറ്റവും പുതിയ ലോക സാമ്പത്തിക വീക്ഷണ പ്രകാരം ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ GDPയുടെ നല്ലൊരു ശതമാനത്തിലധികവും ചൈനയുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ ചൈന പല രാജ്യങ്ങളുടെയും ഒരു പ്രധാന ഉഭയകക്ഷി വ്യാപാര പങ്കാളിയും വിവിധ ഉൽപ്പന്നങ്ങളുടെ മുൻനിര വിതരണ രാജ്യവുമാണ്. നിലവിൽ ലോകത്തിലെ നിർമ്മാണ കേന്ദ്രം എന്ന പദവി ചൈനയ്ക്കുണ്ട്. ടെസ്ല മുതൽ ആപ്പിൾ വരെയുള്ള ലോകമെമ്പാടുമുള്ള വൻകിട കമ്പനികളുടെ എല്ലാം വിതരണ ശൃംഖലകൾ ചൈനയിൽ വേരൂന്നിയതാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ സമ്പദ് വ്യവസ്ഥയും ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കാരുമാണ് ചൈന. കൂടാതെ ലോഹങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന വസ്തുക്കളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഭോക്താവ് കൂടിയാണ് ഈ രാജ്യം. ആഗോളതലത്തിൽ ഇത്രയധികം പ്രാധാന്യം ചൈനയ്ക്കുള്ളതിനാൽ തന്നെ അവിടുത്തെ സാമ്പത്തിക ഇടിവ് ആഗോള ഡിമാൻഡ് സപ്ലൈ സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കും. പണപ്പെരുപ്പം, റഷ്യ യുക്രൈൻ സംഘർഷം, തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ ഒന്നിലധികം ഘടകങ്ങളാൽ സംഭവിച്ച സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും ലോകം കരകയറിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. അതിനിടെയാണ് ചൈനയിൽ നിന്നും സാമ്പത്തിക തകർച്ചയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഇത്തരമൊരു പ്രശ്നത്തിൽ അകപ്പെടുന്നത് ഇതാദ്യമല്ല. 2008-2009 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്തും 2015 മൂലധന ഒഴുക്ക് ഭീഷണിയുടെ സമയത്തും ചൈനയ്ക്ക് സമാനമായ ആഘാതങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഈ രണ്ടവസരങ്ങളിലും സർക്കാർ അടിസ്ഥാന സൗകര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും പ്രോപ്പർട്ടി വിപണികൾ ഉയർത്തുകയും ചെയ്തതോടെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമായി ഉയർന്നു വന്നു. എന്നിരുന്നാലും വർഷങ്ങളായി അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള അമിതമായ നിക്ഷേപം ഉയർന്ന കടത്തിന്റെ രൂപത്തിൽ ചൈനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഗുരുതരമായ അപകട സാധ്യതകളാണ് ഉയർത്തിയിരിക്കുന്നത്. അതുകൂടാതെ കോവിഡ് മഹാമാരിയുടെ കാലയളവിൽ ആഗോളതലത്തിലുണ്ടായ മാന്ദ്യം ചൈനയുടെ സമ്പദ്നില കൂടുതൽ വഷളാക്കുകയും ചെയ്തു. സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ ചൈന വർഷങ്ങളോളം സാമ്പത്തിക വളർച്ചയെ തളർത്തുന്ന ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങിയേക്കാമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. നിലവിൽ മാന്ദ്യം പരിഹരിക്കുന്നതിനുള്ള ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അവരുടെ GDP-യിൽ ഗാർഹിക ഉപഭോഗത്തിന്റെ അനുപാതം ഉയർത്തുക എന്നതാണ്. എന്നിരുന്നാലും സമീപഭാവിയിൽ ഈ ശ്രമം പരാജയപ്പെട്ടാൽ ചൈനയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ശാശ്വതമായ നിലനിൽപ്പ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളോടെ ആഗോളതലത്തിൽ പ്രതിധ്വനിച്ചേക്കാമെന്നും വിദഗ്ധർ വിരൽ ചൂണ്ടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.